മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി കൊല്ലം ജില്ലാ ഭരണകൂടം. കൊല്ലത്തെ 5 ഹാർബറുകളിൽ മത്സ്യവിൽപ്പനയ്ക്ക് അവസരമൊരുക്കും. ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനമായത്. മണലടിഞ്ഞ് പൊഴിമുഖം അടഞ്ഞതോടെയാണ് മുതലപ്പുഴയിൽ ഹാർബറിന്റെ പ്രവർത്തനം നിലച്ചത്. ഹാർബറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ചെറുവള്ളങ്ങൾ പോലും അടുപ്പിക്കാനാവാത്ത അവസ്ഥ. ഇതോടെയാണ് കൊല്ലത്തെ ഹാർബറുകളിൽ മത്സ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകുന്നത് ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. വാടി, കൊല്ലം ഹാർബറുകൾക്കൊപ്പം തിരക്ക് നിയന്ത്രിക്കാൻ മൂതാക്കര, തങ്കശ്ശേരി, ജോനകപ്പുറം എന്നിവിടങ്ങളും മീൻ വിൽക്കാൻ അവസരമൊരുക്കും. തങ്കശ്ശേരി, വാടി, ജോനപ്പുറം, മൂതാക്കര, പോർട്ട് കൊല്ലം. ഇപ്പം നിലവിൽ പോർട്ട് കൊല്ലത്തും ഒക്കെ കൂടുതലും നമ്മൾ തദ്ദേശീയമായിട്ടുള്ള വള്ളങ്ങൾ കൂടുതൽ അടുക്കുന്നതുകൊണ്ട് അവിടുന്ന് വരുന്ന വള്ളങ്ങളെ മറ്റ് ലാൻഡിംഗ് സെന്ററിലേക്ക് ക്രമീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരോധിത മാർഗങ്ങളിലൂടെ പിടിക്കുന്ന മത്സ്യങ്ങൾ വിൽക്കാൻ അനുവദിക്കില്ലെന്ന് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ യോഗത്തിൽ അറിയിച്ചു. ഏതൊരു വള്ളവും തീർച്ചയായിട്ടും മത്സ്യബന്ധനത്തിൽ പോകുമ്പോൾ കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം റൂൾസ് പ്രകാരമുള്ള നിയമങ്ങൾ പാലിക്കണമെന്നുള്ളതാണ്. കളർ കോഡും അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കളർ കോഡും മറ്റ് നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള മത്സ്യബന്ധന രീതികളും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അത്തരത്തിലുള്ള യാനങ്ങളായിരിക്കണം നമ്മളുടെ ലാൻഡിംഗ് സെന്ററിലോട്ട് പ്രവേശിക്കേണ്ടത്. CITU മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളോട് ചർച്ച ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.